നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ 12 സ്മാർട്ട് റോഡുകളടക്കം സംസ്ഥാനത്തെ 62 റോഡുകൾ മന്ത്രി വി ശിവൻകുട്ടി നാടിന് സമർപ്പിച്ചു. BMBC നിലവാരത്തിൽ നവീകരിച്ച 28 പ്രധാന റോഡുകളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. വേടനും വേടന്റെ കലയ്ക്കുമെതിരായി വലിയ പ്രചാരവേലയാണ് RSS മുഖപത്രമായ കേസരിയുടെ പത്രാധിപർ നടത്തിയതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. സംഘപരിവാർ തുടരുന്ന ന്യൂനപക്ഷ വിരുദ്ധ നിലപാടിന്റെ സൂചനയാണിതെന്ന് തിരിച്ചറിയണമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ മധ്യപ്രദേശ് മന്ത്രിയുടെ പരാമർശം അപലപനീയമെന്ന MV ഗോവിന്ദൻ മാസ്റ്റർ. വിഷയത്തിൽ കോടതിക്ക് വരെ രംഗത്ത് വരേണ്ടി വന്നു. അധിക്ഷേപിച്ച മന്ത്രിക്കെതിരെ നടപടിയെടുക്കാൻ BJP തയ്യാറായില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടി. കോവിഡ് മരണവുമായി ബന്ധപ്പെട്ട സിവിൽ രജിസ്ട്രേഷൻ കണക്ക് പ്രകാരം പുറത്തുവന്നതിൽ നിന്നും 6 മടങ്ങാണ് രാജ്യത്തെ മരണക്കണക്കെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. കേരളം കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടപ്പോൾ കുറ്റപ്പെടുത്താനാണ് ചില മാധ്യമങ്ങൾ ശ്രമിച്ചതെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കണ്ണൂരിലെ മലപ്പട്ടത്തെ കോൺഗ്രസ് ആക്രമണം ഗൂഢാലോചനയെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പുറത്തുവരാതിരിക്കാൻ ഇത് ബോധപൂർവം സൃഷ്ടിച്ചതെന്നും കേരളത്തെ കുരുതിക്കളമാക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നതെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കേരളത്തിനോട് റെയിൽവേയുടെ അവഗണന തുടരുന്നു. റെയിലിന് ബദലായി മാധ്യമങ്ങളും പ്രതിപക്ഷവും മുന്നോട്ട് വെച്ച 3ാം പാതയും കേരളത്തിനുണ്ടാകില്ല. പദ്ധതിക്കായി സർവേയും DPRും പൂർത്തിയാക്കിയിട്ടില്ലെന്ന് റെയിൽവേ വ്യക്തമാക്കി. റെയിലിന് പകരം 3ാം പാത സാധ്യതയില്ലാത്തതെന്ന് ഇതോടെ വ്യക്തമായെന്ന് ദക്ഷിണേന്ത്യയിലെ MPമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. സൈന്യത്തെ അധിക്ഷേപിച്ച മധ്യപ്രദേശ് ഉപമുഖ്യമന്ത്രി ജഗദീഷ് ദേവ്ഡ. സൈന്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാൽക്കൽ വണങ്ങുന്നുവെന്ന ഉപമുഖ്യമന്ത്രി ജഗദീഷ് ദേവ്ഡ. ജബൽപൂരിലെ പൊതുപരിപാടിയിലാണ് മന്ത്രിയുടെ വിവാദ പരാമർശം. കേണൽ സോഫിയ ഖുറേഷിയെ അധിക്ഷേപിച്ച സംഭവത്തിൽ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് BJP മന്ത്രി വിജയ് ഷായുടെ ഹർജി സുപ്രീം കോടതി മാറ്റി. ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും. കഴിഞ്ഞ ദിവസമാണ് സോഫിയ ഖുറേഷിയെ അധിക്ഷേപിച്ചതിൽ മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ ഇൻഡോർ പോലീസ് മന്ത്രിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. പാകിസ്ഥാന് നേരെ ബ്രഹ്മോസ് പ്രയോഗിച്ചത് സ്ഥിരീകരിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഭുജ വ്യോമതാവളത്തിലെ സൈനിക ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്ത് പ്രതിരോധ മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കുകയായിരുന്നു. ഇന്ത്യ പാക് വെടിനിർത്തൽ നീട്ടാൻ ധാരണയായി. അതിർത്തി കടന്നുള്ള എല്ലാ സൈനിക നടപടികളും നിർത്തിവെച്ചത് മെയ് 18 വരെ നീട്ടി. DGMO തലത്തിലുള്ള ചർച്ചയിലാണ് തീരുമാനം. സുധാകരന്റെ ആരോപണങ്ങൾക്ക് താനല്ല മറുപടി പറയേണ്ടതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. NM വിജയന്റെ കുടുംബത്തെ സഹായിക്കുന്ന വിഷയത്തിലുള്ള ചോദ്യത്തിൽ നിന്ന് സണ്ണി ജോസഫ് ഒഴിഞ്ഞുമാറി.
ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതി ബെയ്ലിൻ ദാസ് റിമാൻഡിൽ. ഈ മാസം 30 വരെയാണ് ബെയ്ലിൻ ദാസിനെ റിമാൻഡ് ചെയ്തത്. ബെയ്ലിനെ പൂജപ്പുര ജില്ലാ ജയിലിലേക്ക് മാറ്റി. മർദ്ദനമേറ്റ അഭിഭാഷക ശ്യാമിലിയോടൊപ്പമാണ് ഇടതുപക്ഷവും സർക്കാരുമെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. കോൺഗ്രസിന്റെ അഭിഭാഷക സംഘടനാ നേതൃത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ബെയ്ലിൻ ദാസ് എന്നും അതിനെ മാധ്യമങ്ങൾ വെള്ളപൂശാൻ ശ്രമിക്കുന്നുവെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഐവിൻ ജിജോയെ CISF ഉദ്യോഗസ്ഥർ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. ഐവിനെ കാറിടിപ്പിച്ചത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ. തർക്കത്തിനിടയിൽ പ്രതികൾ കാറെടുത്തു പോകാൻ ശ്രമിച്ചപ്പോൾ പോലീസ് വന്നിട്ട് പോയാൽ മതിയെന്ന് ഐവിൻ പറഞ്ഞത് പ്രകോപനമായെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ധീരജിനെ കൊന്ന ശേഷവും കോൺഗ്രസ് വേട്ടയാടൽ തുടരുന്നുവെന്ന് ധീരജിന്റെ പിതാവ് രാജേന്ദ്രൻ. ധീരജിനെ കുത്തിയ കത്തി കയ്യിലുണ്ടെങ്കിൽ തങ്ങളെ കൂടി കുത്തിക്കൊല്ലണമെന്നും ജീവച്ഛവമായി കഴിയാനാകില്ലെന്നും പിതാവ് പറയുന്നു. താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിൽ പ്രതികളായ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം തടഞ്ഞുവെച്ചത് നിയമവിരുദ്ധമെന്ന് ബാലാവകാശ കമ്മീഷൻ. പരീക്ഷ നടത്താൻ അനുമതി നൽകിയ ബോർഡിന് ഫലം തടഞ്ഞുവെക്കാൻ അധികാരമില്ലെന്നും പരീക്ഷാഫലം 18-നകം പ്രസിദ്ധീകരിക്കണമെന്നും ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. പാലക്കാട് നെല്ലായയിൽ 15-കാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ജീവപര്യന്തം. നെല്ലായ സ്വദേശി മണികണ്ഠനെയാണ് പാലക്കാട് പോക്സോ കോടതി ശിക്ഷിച്ചത്. കോട്ടയം പാറപ്പാടത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അധ്യാപകന് 17 വർഷം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയും വിധിച്ച കോട്ടയം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി. കൊട്ടാരത്തും പറമ്പ് വീട്ടിൽ മനോജിനെയാണ് പോക്സോ നിയമപ്രകാരം കോടതി ശിക്ഷിച്ചത്. വിദേശ കറൻസിയുമായി യുവതി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പിടിയിൽ. ബാഗേജുകളിൽ അലുമിനിയം ഫോയിലുകൾ കൊണ്ട് പാക്ക് ചെയ്ത നിലയിലായിരുന്നു പണം കണ്ടെത്തിയത്. പിടികൂടിയത് 44,40,000 ഇന്ത്യൻ രൂപയുടെ മൂല്യമുള്ള വിദേശ കറൻസി. കോട്ടയം ആർപ്പൂക്കര പഞ്ചായത്തിലേക്ക് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ച LDF. പഞ്ചായത്തിലെ വികസനം മുരടിപ്പിലും ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയിലും പ്രതിഷേധിച്ചായിരുന്നു സമരം. കൃത്യമായ മാനദണ്ഡമനുസരിച്ചാണ് സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കിയതെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ. 500 കോടി കേന്ദ്രം തരുമ്പോൾ 500 കോടി സംസ്ഥാന സർക്കാരും 135 കോടി തദ്ദേശ സ്ഥാപനവുമാണ് വഹിക്കുന്നത്. കുത്തിത്തിരിപ്പിനപ്പുറം ഒരു സംഭാവനയും BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും മേയർ പറഞ്ഞു. സ്മാർട്ട് റോഡുകളെ അംഗീകരിക്കാത്തവർ നല്ല മനസ്സില്ലാത്തവരെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. സന്തോഷിക്കേണ്ട ഘട്ടത്തിൽ ബോധപൂർവം ചിലർ വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. എല്ലാ സംസ്ഥാനത്തിനും അർഹതപ്പെട്ട ഫണ്ടാണ് കേന്ദ്രം നൽകുന്നതെന്നും അതിനെ വക്രീകരിച്ചു പോകുന്നത് ശരിയാണോ എന്നും മന്ത്രി ചോദിച്ചു. നെഹ്റു യുവ കേന്ദ്രയുടെ പേരുമാറ്റിയതിൽ പ്രതിഷേധിച്ച DYFI തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെഹ്റു യുവകേന്ദ്ര ഓഫീസിലേക്ക് മാർച്ച് നടത്തി. DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സംഘപരിവാറിനെ പോലെ ചരിത്രത്തെ ഭയക്കുന്ന ഒരു വിഭാഗം രാജ്യത്തില്ലെന്ന് VK സനോജ് പറഞ്ഞു.
എറണാകുളം കലൂരിൽ കാറിന് തീപിടിച്ചു. സിഗ്നലിൽ കിടന്ന വാഹനത്തിനാണ് തീപിടിച്ചത്. തീ പടരുന്നത് കണ്ടയുടൻ ഡ്രൈവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയോടി. ഇടുക്കി തൊടുപുഴയിൽ മെത്ത ഫാക്ടറിയിൽ തീപിടുത്തം. കൊലാനി മാർബൽ കമ്പനിയുടെ ഫാക്ടറിയിലാണ് തീപിടുത്തമുണ്ടായത്. വേസ്റ്റുകൾ കൂട്ടിയിട്ട ഭാഗത്താണ് തീപിടിച്ചത്. ധീരജ് വധക്കേസ് പ്രതികളെ സംരക്ഷിക്കുമെന്നത് തങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണെന്ന് ഇടുക്കി എംപിയും കോൺഗ്രസ് നേതാവുമായ ഡീൻ കുര്യാക്കോസ്. ധീരജ് വധക്കേസ് പ്രതികൾ യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളും നേതാക്കളുമെന്നും ഡീൻ കുര്യാക്കോസ് എംപി. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.